എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച അല്ലിയാമ്പൽ എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയുമാണ് നമ്മളിന്നോൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും, അനുപല്ലവി തന്നെയാണ് ചരണവും. അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയും പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ സന്തൂരും അതിൻ്റെ കൂടെ മാൻഡിലും തന്നെയാണ് വായിച്ചിരിക്കുന്നത് ആദ്യത്തെ ഫ്രേസ്. അപ്പോൾ സന്തൂര് ആദ്യം പറയാം. ഗ മ പ മ ഗ രി സാ രി ഗ, ഗ മ പ മ ഗ രി സാ നി ദ. സന്തൂര് ഒന്നുകൂടി പറയാം. ഗ മ പ മ ഗ രി സാ രി ഗ, ഗ മ പ മ ഗ രി സാ നി ദ. അതിൻ്റെ കൂടെ മാൻഡലിൻ സെക്കൻഡ് വോയിസ്. സാ രി ഗ രി സ നി സാ നി സാ, സാ രി ഗ രി സ നി ദ നി സാ, സാ രി ഗ രി സ നി ദ പ മ. അപ്പോൾ മാൻഡലിൻ സാ രി ഗ രി സ നി ദ നി സാ, സാ രി ഗ രി സ നി ദ പ മ. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാർട്സ് നമുക്ക് ഒരുമിച്ച് പാടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം പാടാം, സന്തൂര് പാടാം. ഗ മ പ മ ഗ രി സാ രി ഗ, ഗ മ പ മ ഗ രി സാ നി ദ. അതിൻ്റെ കൂടെ തന്നെ മാൻഡലിൻ സാ രി ഗ രി സ നി ദ നി സാ, സാ രി ഗ രി സ നി ദ പ മ. രണ്ടും ഒരുമിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെസ്റ്റേൺ ഗ്രൂപ്പ് വയലിൻ വീണ്ടും വരും. ദ നി സ രി സ നി ഗ ദ നി രി, ഗ ദ ചെറിയ ദ നി വലിയ നി രി. അവിടെ ഇതേമാതിരി മ്യൂസിക്കിന്റെ ഒരു വേരിയേഷൻ വേണ്ടി ശങ്കരാഭരണത്തിൽ ചെറിയ ദൈവതവും ചേർത്തിട്ടുണ്ട്. അപ്പൊ ദ നി സ രി സ നി ഗ ദ നി രി, ദ നി സ രി സ നി ഗ ദ നി രി, ഗ മ പ ദ നി സ രി സ നി സ, ഗ മ പ ദ നി സ രി സ നി സ. അപ്പോൾ ആ 4 ബാർ ഞാൻ ചേർത്ത് പാടാം വയലിൻ്റെ. ദ നി സ രി സ നി ഗ ദ നി രി, ഗ മ പ ദ നി സ രി സ നി സ. ഒന്നുകൂടി പാടാം വയലിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇതിനും സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് രണ്ടാമത് പാടാം. ദ നി സ രി സ നി ഗ ദ നി രി, ഗ മ പ ദ നി സ രി സ നി സ. അപ്പോൾ വയലിൻ്റെ സെക്കൻഡ് പാർട്ട് ഹാർമണിക്ക് വേണ്ടി. മ പ ദ നി ദ പ നി ഗ ദ നി, നി ഗ ദ നി, നീ താഴ്ന്ന് ഗ ചെറിയ ദ നി, നി ഗ ദ നി, മ മ സ മ, മ പ ദ നി ദ പ നി ഗ ദ, നി ഗ ദ നി, നി, നി ഗ ദ നി, നി ഗ ദ നി. ചെറിയതാ വരും. പ ദ നി സ രി ഗ മ ഗ രി ഗ. അപ്പൊ ചേർത്തു. പ ദ നി സ രി ഗ മ ഗ രി ഗ, മ പ ദ നി ദ പ നി ഗ ദ നി, നി ഗ ദ നി, പ ദ നി സ രി ഗ മ ഗ രി ഗ. ഇത് രണ്ട് ചേർത്ത് വരും. ദ നി സ രി സ നി ഗ ദ നി രി, ഗ മ പ ദ നി സ രി സ നി സ. അതിൻ്റെ കൂടെ മ പ ദ നി ദ പ നി ഗ ദ നി, പ ദ നി സ രി ഗ മ ഗ രി ഗ. അവസാനത്തെ ഗ രി ഗ അല്ലെങ്കിൽ സാനിസയുടെ കൂടെ പ
പദനി സരി ഗമ 1 2 3 സനിധ പമഗരി സ എന്ന് അക്കോർഡിയൻ വരും. അവിടെ മാത്രം ഗമ പദനി സരി സാനി സനിധ പമഗരി സ എന്ന് അക്കോർഡിയൻ വരും. അതിന്റെ മുകളിൽ വൈബ്രഫോണും വരും. ഗമ പദനി സരി സഗപസ സഗപസ എന്ന് മാത്രം വൈബ്രഫോൺ വരും. അപ്പൊ ധാനി സരി സനി ഗദനി രി ഗമ പദനി സരി സഗപ സഗപസാന്ന് വൈബ്രഫോണും ഗമ പദനി സരി 1 2 3 സനിധ പമഗരി സാന്ന് അക്കോർഡിയൻ വരും. അപ്പൊ ഇതിന്റെ ബീജി ഞാൻ ഫ്ലൂട്ടിൽ നിന്ന് വായിക്കാൻ ശ്രമിക്കാം. വയലിൻ ഇങ്ങനെയാണ് വരിക. സെക്കൻഡ് പാർട്ട് മാൻഡലിനും സെക്കൻഡ് പാർട്ട് വയലിനും ചേർന്ന് വയ്ക്കാം. എന്ന് വൈബ്രഫോൺ വരും. സനിധ പമഗരിസ അത് അക്കോർഡിയനും വരും. 1 2 3 സനിധ പമഗരിസ. ഇതാണ് ഇതിന്റെ ബീജി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ അനുപല്ലവി എങ്ങനെയാണെന്ന് നോക്കാം. അനുപല്ലവി വരുമ്പോൾ അനുപല്ലവിയും ചരണവും ഒരേ സ്വരങ്ങളും ഒരേ ട്യൂൺ തന്നെയാണ്. വരികൾ മാത്രമേ മാറുള്ളൂ. അപ്പോൾ അനുപല്ലവിയുടെ സ്വരങ്ങൾ പഠിച്ചിട്ട് അത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചരണവുമായി. പ്രത്യേകിച്ച് ചരണം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ താമരപ്പൂനി നിസരി സാനി സാ താമരപ്പൂനി നിസരി സാനി സാ ദൂരെ നിസദനി ദൂരെ നിസദനി കണ്ടു മോഹിച്ചു പദനി ദാദാദ കണ്ടു മോഹിച്ചു പദനി ദാദാദ. അപ്പൊ താമരപ്പൂതി ദൂരെ കണ്ടു മോഹിച്ചു നിസരി സാനി സാ നിസദനി പദനി ദാദാദ. ടച്ചിട്ട മതി. നിസരി സാനി സാ നിസദനി പദനി ദാദാദ. ഫ്ലൂട്ടിൽ വരുമ്പോൾ എന്നിട്ട് വായിക്കാം. അപ്പോൾ പാപ്പ അപ്പോൾ പാപ താഴെ ഞാൻ നീന്തി. അത് സെയിം തന്നെ. പദനി ദാദാദ താഴെ ഞാൻ നീന്തി പദനി ദാദാദ. അപ്പോൾ താഴെ ഞാൻ നീന്തി നിസദനി പദനി ദാദാദ. ചെന്നു പൂവ് പൊട്ടിച്ചു പമ പഗ ചെന്നു പമ പഗ പൂവ് പൊട്ടിച്ചു മ പ പ പ പ പ. അപ്പൊ പമ പഗ മ പ പ പ പ പ. ഈ പായ്ക്ക് ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 7 ഹോള് വേണം. എന്താണ് 7 ഹോള് വേണമെന്ന് പറയുന്നത്. അപ്പൊ പമ പഗ ചെന്നു മ പ പ പ പ പ പൂവ് പൊട്ടിച്ചു
ചെന്നു പൂവ് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ ചേർത്ത് വായിക്കാം. താമരപ്പൂ തൊട്ട് പൂ പൊട്ടിച്ചു വരാൻ. നിസരി സ നി സ നിസദനി പദനി ദാദാദ പ പ പദനി ദാദാദ പമ പഗമ പ പ പ പ പ. അപ്പൊ ഒരു തവണ കൂടി വായിക്കാം. അത്രയും കഴിയുമ്പോൾ ഒരു ലിങ്ക് എന്ന് പറയും, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ചെറിയൊരു മ്യൂസിക് വരും അവിടെ. പൂവ് പൊട്ടിച്ചു, വയലിൻസ് വരും. പൂവ് പൊട്ടിച്ചു 1 2 3 മപദനി സരിഗമ പാമഗ സാനി നിദ സാവലിനി ചരനി ദ. പൂവ് പൊട്ടിച്ചു, പൂവ് പൊട്ടി 1 2 3 ചു 1 2 3 കൗണ്ട് ചെയ്തിട്ട് അവിടുന്ന് ഓവർലാപ്പ് ഇടും. ചു മപദനി സരിഗമ പാമഗ സാനി നിദ ഗമ പദനി സരി സ. അങ്ങനെ 4 ബാർ വരും. പൂവ് പൊട്ടിച്ചു മപദനി സരി ഗമ പാമഗ സാനി നിദ ഗ സാവലിനി ചരനി ദ സാനി നിദ ഗമ പദനി സരി സ. അതിന്റെ മുകളിൽ വയലിൻ തന്നെ ഒരു പാർട്ട് കൂടി വരും. 1 2 3 മപദനി സരിഗമ, അത് സെയിം തന്നെ. പിന്നെ ഗാരി സദ പമ സാരി ഗമ പദനി പ. 1 2 3 മപദനി സരിഗമ ഗാരി സദ പമ സാരി ഗമ പദനി പ. അപ്പൊ മെയിൻ മെലഡി ഞാൻ ഒന്നൊരു പാടാം. പൂവ് പൊട്ടിച്ചു മപദനി സരിഗമ 1 2 3 മപദനി സരിഗമ പാമഗ സാനി നിദ ഗമ പദനി സരി സ. മറ്റേ പാർട്ട് 1 2 3 മപദനി സരിഗമ ഗാരി സ ദ പ മ സാരി ഗമ പദനി പ എന്ന് വരും. അപ്പൊ ഫ്ലൂട്ടിൽ ഞാൻ ഫസ്റ്റ് പാർട്ട് വായിക്കാം. പൂവ് പൊട്ടിച്ചു ഒന്നുകൂടി വായിക്കാം. 1 2 3 അത് കഴിഞ്ഞിട്ട് വീണ്ടും താമരപ്പൂതി ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. അത്രയും വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് വരും. അപ്പൊ ലിങ്ക് കഴിഞ്ഞിട്ട് വീണ്ടും താമരപ്പൂ തൊട്ട് ഞാൻ പൂ പൊട്ടിച്ചു വരെ പാടാം. ലിങ്കിന് മുമ്പ് ആദ്യം പാടിയിട്ട് ഒരു ഈ ലിങ്ക് വയലിന്റെ വന്നിട്ട് വീണ്ടും വരും. പിന്നെ അവിടെ നിന്ന് പിന്നെ പാദ തണ്ടൊടിഞ്ഞ ധനിനീസ സരിതിരിക താമരയാൻ പിന്നെ തണ്ടൊടിഞ്ഞ താമരയാൻ പാദ ധനിനീസ സരിതിരിക
പാദ ധനി നീസ സരിരിക പിന്നെ തണ്ടൊഴിഞ്ഞ താമര ഞാൻ. അപ്പം കൊണ്ടുവന്നപ്പോൾ പെണ്ണെ മാഗരീരികസ സാസ മാഗരീരികസ സാസ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ മാഗരീരികസ സാസ നിൻകവേലിൽ കണ്ടു നട്ടൊരു താമരക്കാട് നിൻകവേലിൽ നിസരി സദത നിൻകവേലിൽ നിസരി സദത കണ്ടു നട്ടൊരു ധനിസനി പപ്പ കണ്ടു നട്ടൊരു ധനിസനി പപ്പ താമരക്കാട് പാനിദ ധനിനിതപ പാനിദ ധനിനിതപ താമരക്കാട് പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻകവേലിൽ കണ്ടു നട്ടൊരു താമരക്കാട് സാസ പെണ്ണെ നിസരി സദത ധനിസനി പപ്പ കണ്ടു നട്ടൊരു താമരക്കാട് പാനിദാനിതപ നിതപ്പാന്ന് കൊടുക്കാം. അത് പ്ലെയിൻ. താമരക്കാട് എന്നും വായിക്കാം, നിതപ്പാന്നും വായിക്കാം ഒരു ഫിനിഷിന് വേണ്ടി. അപ്പൊ അത് അനുപല്ലവി. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻകവിളിൽ കണ്ടു നട്ടൊരു താമരക്കാട്. ആ പെണ്ണെ നിൻകവിളിൽ കണ്ടു നട്ടൊരു താമരക്കാട് എന്ന് 2 പ്രാവശ്യം പാടും. ആദ്യം താളം വായിച്ചുകൊണ്ട് പാടും, പിന്നെ താളം വായിക്കാതെ ഒന്നുകൂടി പാടും. അപ്പോൾ വരും. അപ്പൊ ഇത് ഞാൻ അനുപല്ലവി ഫുള്ള് വായിക്കാം. ഇതാണ് എൻ്റെ അനുപല്ലവി. അത് കഴിഞ്ഞിട്ട് പല്ലവി, ഒരു പല്ലവി കൂടി വരും. ചരണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ ഒരു പല്ലവി കൂടി പറഞ്ഞാൽ ഈ പാട്ട് തീർന്നു. അപ്പോൾ ലാസ്റ്റ് പല്ലവി
ഇങ്ങനെ ചില ടച്ചസ് ഒക്കെ ചേർത്ത് നമ്മൾ ഒരു സ്ലെയറൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ വായിക്കും. ആ ലിറിക്സ് പോലെ തന്നെ നമ്മളെപ്പോഴും വായിക്കാറില്ല. കുറച്ച് ഫ്ലൂട്ട് ആകുമ്പോൾ ഫ്ലൂട്ടിൽ എന്താ പറയുക, ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഫ്ലൂട്ടിൻ്റെ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി കുറച്ച് ചില അനുസരങ്ങളൊക്കെ ചേർത്ത് ഫ്ലോയിൽ വായിക്കും, കുത്തി 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 വായിക്കാതെ. അപ്പോൾ അനുപല്ലവിയും ചരണവും ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ഒന്ന് തന്നെ. അനുപല്ലവി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വായിച്ച പല്ലവി ഫുള്ള് വന്ന് ഒരു പ്രാവശ്യം വായിച്ച് തീരും. അത് തന്നെയാണ് ചരണം കണ്ടും പല്ലവി ഒരു പ്രാവശ്യം വായിച്ച് തീരും. അതാണ് ഇതിൻ്റെ അനുപല്ലവിയും ചരണവും ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് നമുക്ക് ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.